ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ടൊരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ ഇതിനാവശ്യത്തിന് ഞാനിവിടെ ഒരു ചെറിയ വലിയുള്ളിയും അതുപോലെ തന്നെ ക്യാരറ്റും ബീൻസും തക്കാളിയും പച്ചമുളകുമാണ് എടുത്തിട്ടുള്ളത്. ആദ്യം നമുക്ക് ചെറിയൊരു കഷ്ണം തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ഞാനിവിടെ ഒരു പാക്ക് മാഗിയാണ് ഉണ്ടാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്ത്, നിങ്ങൾ എത്രയാണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് അതിനനുസരിച്ചുള്ള സാധനങ്ങൾ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. പിന്നെ ഈ തക്കാളിയും അതുപോലെ തന്നെ ക്യാരറ്റും ബീൻസൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർ മാത്രം ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത് സ്കിപ്പ് ചെയ്യാം. അപ്പം നമുക്ക് ഉണ്ടാക്കുന്ന റെസിപ്പിയിലേക്ക് പോകാം അല്ലേ. വെളിച്ചെണ്ണ ഒഴിച്ച് കടുകൊന്ന് പൊട്ടിച്ചെടുക്കാം. എന്നിട്ട് വേണം ഇതൊന്ന് നമുക്ക് വാട്ടിയെടുക്കാം. അങ്ങനെ വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ കുറച്ച് കടുക് എന്ത് ചെയ്യാം നമുക്ക് പൊട്ടിച്ചെടുക്കാം. ഇതിലേക്ക് നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ ഇട്ട് കൊടുക്കാം. ആദ്യമായിട്ട് നമ്മൾ ഇടുന്നത് കുറച്ച് വലിയുള്ളി ചെറുതാക്കി മുറിച്ചതാണ്. ഈ വലിയുള്ളി വേഗം വെന്ത് കിട്ടാനായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് ഉപ്പ് കൂടെ ഇതിട്ട് വെക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ നേരത്തെ എടുത്ത് വെച്ച് തക്കാളിയും പച്ചമുളകും ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികളായ ഈ ബീൻസും അതുപോലെ തന്നെ ക്യാരറ്റൊക്കെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് കുറച്ച് ക്യാരറ്റും അതുപോലെ തന്നെ കുറച്ച് ബീൻസിൻ്റെ കഷ്ണങ്ങളും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമുക്ക് എന്ത് ചെയ്യാം, നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. വേണമെങ്കിൽ ഇത്തിരി കൂടി ഉപ്പ് നമുക്കിതിലേക്ക് തൂക്കി കൊടുക്കാം. ഓരോരുത്തരുടെ ഉപ്പിൻ്റെ അളവനുസരിച്ചിട്ട് എനിക്ക് വേവിക്കാൻ ആവശ്യമായ വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ട് നമുക്കിത് എന്ത് ചെയ്യാം, കഷ്ണങ്ങളായിട്ട് പൊടിച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കുറേ ആൾക്കാർക്ക് വേണ്ടതായതുകൊണ്ട് കട്ട് ചെയ്ത് പോയത് പൊടിയുന്നില്ല ഗൈസ്. ഇത് ഒന്ന് വെന്ത് വരുന്നവരെ നമുക്ക് എന്ത് ചെയ്യാം, നല്ല തിളയ്ക്കുന്നുണ്ട്. ഒന്ന് വെന്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നല്ലൊരു ഡിഷാണെന്ന് ഞാൻ ആരെയും പ്രൊമോട്ട് ചെയ്യുന്നില്ല. നമുക്ക് ഇത് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് എന്ത് ചെയ്യും, ഇതിലേക്കുള്ള മസാലക്കൂട്ട് നമുക്കിതിലേക്ക് ഇടാം. ഞാനിത് മൊത്തമായിട്ട് ചേർക്കുന്നില്ല, ഒന്ന് മാത്രമേ ചേർക്കുന്നുള്ളൂ. അധികം മസാല എന്ത് ചെയ്യാം, നമുക്ക് വയറിന് നല്ല ബുദ്ധിമുട്ടാക്കും. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൽ എത്ര പേര് മാഗി ഇഷ്ടപ്പെടാത്തവരും മാഗി ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. ചിലർക്ക് ഇപ്പി ആയിരിക്കും ഇഷ്ടം, ചിലർക്ക് മാത്രമേ ഈ മാഗിനോട് താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്കൊന്ന് ഫ്ലെയിം കൂട്ടിയിടാം. എന്നിട്ട് നന്നായിട്ട് ഇറക്കി കൊടുക്കാം. പിന്നെ നമുക്ക് നമ്മൾ നേരത്തെ ചേർത്ത് വെച്ച കൂട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൽ നേരത്തെ ക്യാരറ്റൊക്കെ ഒന്നുകൂടി ഒന്ന് വേവണ്ടേ, അപ്പോൾ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിവിടെ നിന്ന് വേവട്ടെ. നമുക്ക് എന്ത് ചെയ്യാം, ഒരു എഗ്ഗ് എടുത്തിട്ട് അടുത്ത പണി നോക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് കുക്കായി വരുന്നുണ്ട്. മുട്ട നമുക്ക് ഈ സൈഡിലായിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. വേണമെങ്കിൽ നമുക്കിത് വേറൊരു പാനിലും ചെയ്യാം, പക്ഷെ ഞാനിതിൽ തന്നെ ചെയ്യാം കേട്ടോ. അത്യാവശ്യമായി വന്നിട്ടുണ്ട്. അടി പിടിക്കാതെ നോക്കണം കേട്ടോ. നമുക്ക് നന്നായിട്ട് മിക്സാകാം. ഇത്തിരി വെള്ളം കൂടുതലാണ് തോന്നുന്നു. നമുക്കൊന്ന് വറ്റുന്ന വരെ വെയിറ്റ് ചെയ്യാം. എന്നാലും നമ്മുടെ മാഗി കുറച്ചൊക്കെ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഞാൻ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അത് നമുക്ക് സെർവ് ചെയ്യാം അല്ലേ. ഇത് നമ്മുടെ മാഗി ഇതാണ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിച്ചാലോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.